ഹലോ ഗൈസ്. നമ്മൾ ഗൈസ് ഒന്നും പറയത്തില്ല ഇന്നോട്ട്, അതുകൊണ്ട് വീണ്ടും അത് അവൾ ഇടും കേട്ടോ. ഡിലീറ്റ് കേട്ടടി, ഡിലീറ്റ് ചെയ്യടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മേക്കപ്പ് ആർട്ടിസ്റ്റ് നജിയ ആൻഡ് ക്ലാസ് ലീഡർ സോന. ഗൈസ്, ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഗൈസ്. ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്, ഒത്തിരി നന്ദിയുണ്ട് ഗൈസ്. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 500 വ്യൂസ് കിട്ടി. ഞങ്ങൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ്. ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഗൈസ് ഒത്തിരി പുച്ഛോ ലോഡൊക്കെ കിട്ടുന്നുണ്ടോ സോന? ഒന്നും കിട്ടുന്നില്ല, ഞാൻ ആരും നോക്കത്തില്ല. ഞാൻ മൈൻഡത്തില്ല, പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഇല്ല, നാശി കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം ഒത്തിരി പുച്ഛവും ലോഡൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല ഗൈസ്, കാരണം ഞങ്ങൾ നാളെ വലിയ ആൾക്കാരാകുമ്പോ ഈ പറയുന്നവർക്ക് ഞങ്ങളോട് വന്നിട്ട് ഒരു അപ്പൊ നമുക്ക് നല്ല പൈസ കിട്ടും. ഞങ്ങളുടെ ഫസ്റ്റ് ഷോർട്സ് 1K അടിച്ചിരിക്കുന്നു, 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഞങ്ങൾ അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇന്ന് ചെറിയ പുഡിങ് കഴിക്കാൻ എപ്പോഴാണ് ഇവിടെ ഉണ്ടാക്കുന്ന പുഡിങ്. എന്നാ സൂപ്പർ ആയിരിക്കും ഗൈസ്. അപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ വ്ളോഗ് എടുക്കാനാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. വിഷമിക്കണ്ട, സബ്സ്ക്രൈബേഴ്സ് കൂടും, നീ വിഷമിക്കണ്ട. നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, ഒരു ഷോർട്സ് എടുക്കാം. ഓക്കെ, Come on, baby. Okay. Dance master Vikram on stage. Let's go. Aiko. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ചുമ്മാ അതേ ഇങ്ങനെ കളയുക. ചുമ്മാ ചൊറയും കുത്തി ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ചോണ്ട് ഈ സോന പോലെയുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. 3 മണിക്ക് പോകണമെങ്കിൽ നമ്മൾ 1 മണിക്ക് ഇറങ്ങണമെന്ന് പറയണം. എന്നാൽ ഇവിടെ 3 മണി പറയെടുത്തു. ഞങ്ങൾക്ക് ഒരു വലിയ യൂട്യൂബറിന്റെ കമന്റ് കിട്ടി, അത് മോട്ടിവേഷൻ ആയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. അത് വരെ 10 യൂട്യൂബർ ആയിട്ട് ഇരുന്നിട്ട് ആ കൊച്ചിന്റെ കമന്റ് കൊച്ചൊന്നും അല്ലടാ, ചേട്ടനാ അത്. താങ്ക് യു. ബിഹൈൻഡ് ദ സീൻ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോവാം. ഇതാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. എങ്ങനെ കഴിച്ചാല് കണ്ടിട്ട് മാരേജ് ചെയ്യാൻ ഓടിപ്പോ. മാരേജ് ചെയ്യാൻ വരുന്നത് ഞങ്ങളൊരു സിമ്പിൾ സ്റ്റെപ്പാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. ഐഷയാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. വളരെ സിമ്പിൾ സ്റ്റെപ്പ്. ആ പാട്ട് റെഡി. വയസ്സ് 21. ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ഒരു ജോലി ഉണ്ടാക്കി തന്നു. ഞങ്ങള് വീടിന്റെ ടെറസിൽ പോയിട്ട് ഡാൻസ് ചെയ്യാൻ പോകും. അത് മാറ്റാം. ഭയങ്കര വാദമായിട്ടുണ്ട്. എന്തൊക്കെ നമ്മുടെ പ്രാക്ടീസിന്റെ പ്രശ്നമുണ്ട്. അവര് നിൽക്കുന്ന പോലെ 3 ആയിട്ട് കാണാതെ കളിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ നീ ഇവിടെ നിൽക്കണം, ഞാൻ ഇവിടെ. ഇടി ഞാൻ ഫ്രണ്ടിലോ? ഇടി ചരിഞ്ഞാ നിൽക്കുന്നത് കണ്ടോ? ഇങ്ങനെ നിൽക്കാം. ഇടി എളുപ്പം കളിക്കണം. ഞാൻ സ്ലോ ആയല്ലേ. അയ്യോ നീല തെറ്റ് കളിക്കണേ. കോൺസെൻട്രേറ്റ്. ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മുടെ ഹാൻഡ് ഡിഫറെന്റാ, ശ്രദ്ധിച്ചോ? എനിക്ക് കുളമായി കുളഞ്ഞ് ഞാൻ. ഹലോ, നമ്മള് കുഴഞ്ഞ് വാട്ടർ
ട്രാൻസിഷൻ ഈ സാധനം വന്നില്ല. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് പോവുകയാണ്. ഒരു മാംഗോ ഷേക്ക് നാച്ച് അടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിച്ചോളൂ. ഐഷയുടെ വാപ്പിയുടെ ആടെ. ഐശ്വര്യ വീട് കാണാം. ഐഷയുടെ വീട് എനിക്ക് ഇവിടെ നിന്നുണ്ട് കാണാം. സോനയുടെ വീട് കാണണമെങ്കിൽ കുറച്ചുകൂടെ പോയാൽ മതി ഗൈസ്. ഇച്ചിരി പോയാൽ അതുകൊണ്ട് സോനയ്ക്ക് വിഷമമായി. ഗൈസ് അത് ഞങ്ങളുടെ വല്യമ്മയുടെ വീടായിരുന്നു. വല്യമ്മ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. വല്യമ്മ ഇപ്പൊ അടക്കിയിരിക്കുന്നത് ഈ പള്ളിയിലാണ്. ഗൈസ് വീട് മൊത്തം കാണിച്ചു കൊടുത്ത ആൾക്കാർ വീട്ടിൽ വന്നിട്ടല്ലേ. ഒരാളകത്ത് കയറി കഥ അങ്ങ് പൂട്ടി. ഞങ്ങളെ വെളിയിൽ ചൂട് ചൂട് സോന തലയിറങ്ങി വീട്. എടാ സോന തലയിറങ്ങി മാറങ്ങോട്ട്. എന്താ എൻട്രി ഫീസ് തരണം. എത്ര? ഒരു ഡാൻസ് വീഡിയോ എടുത്തിയാ ഗൈസ്. സത്ത് ഭണ്ഡാരം അടങ്ങി. നമ്മളൊന്നും ഒന്നുമല്ല ഗൈസ്, എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. 20 വയസ്സ് കഴിയുമ്പോഴേക്കും ഇപ്പോഴേ നടുവേദന മുട്ടുവേദന എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് ഏത് പ്രായത്തിലാണ് ഇതൊക്കെ വന്നത്? അത് തന്നെ. അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രോബ്ലമാണ് ഗൈസ്, വൺ പ്രോബ്ലം. അച്ഛൻ വീണ് ഉറങ്ങി ഗൈസ്. എന്തൊക്കെ ഉറങ്ങട്ടെ. ഡാൻസ് വീഡിയോ എടുത്തപ്പോഴേക്കും ഞങ്ങളുടെ എനർജി എല്ലാം പോയി ഗൈസ്. ഞങ്ങളല്ല നീ. പിന്നെ ബൂസ്റ്റ് അടിച്ചിട്ടിരിക്കുക. നെക്സ്റ്റ് ഞങ്ങൾ ഒരു തീറ്റ വ്ളോഗ് ആരോ വന്ന് കാലടിച്ചായിരുന്നല്ലേ. ശോഭയെ കാണാൻ പോവാണ്. എന്റെ ചോബിയെ ഇവർ കാണിച്ചു വെച്ചേക്കുന്ന കോലം കണ്ടോ? ശോഭയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് മുട്ട അടിച്ചു. ബിഫോർ ഫോട്ടോ ഞങ്ങളുടെ സുന്ദര ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരും. എന്തോ കൊച്ചിനെ കാണിച്ചു വെച്ചേക്കുന്നേ. അത് പിന്നെ ചൂടൊക്കെ അല്ലേ, അപ്പൊ ഒത്തിരി രോമുണ്ട്, അവന് ചൂടെടുക്കാം. സന്ധ്യ ആകുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടെ, ഇവരുടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവരെ കാണാൻ വേണ്ടി ഇവർ ഇവിടുന്ന് മുങ്ങും. ഞങ്ങളുടെ കൊച്ചു ഇങ്ങനൊന്നും അല്ല. ഇവിടെയുള്ള പൂച്ചകളെല്ലാം ഇവന്റെ പുറകിലായിരുന്നു. ഇവന്റെ സൗന്ദര്യം കണ്ടിട്ട് ഞങ്ങൾ പുറത്ത് വിടത്തില്ലായിരുന്നു. ഞങ്ങളെന്താ ഡുണ്ടുപ്പി മൈൻഡ് ചെയ്യാത്ത? ഡുണ്ടുപ്പി ഇവിടുത്തെ മേജർ. ഇവനെ തൊടുന്നത് ഇവന് ഇഷ്ടമല്ല, അസൂയാണ്. നിന്നെ പോലെ പൊന്നെ എന്റെ അടി പൊന്നെ. മരത്തെ കയറി. ഇപ്പൊ നമ്മളിവിടെ ഉള്ള സാധനം വെച്ചിട്ട് ഇവരെന്തോ ഉണ്ടാക്കാൻ പോകുന്നു. കോൾഡ് വാട്ടർ ഉണ്ടോ? നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം കൈ കഴുകാം. നമുക്ക് എല്ലാവർക്കും സോപ്പിട്ട് കഴുകാം. അത് തന്നെ നമ്മൾ വൃത്തിയുള്ളവരാണ്. ഞങ്ങൾ വൃത്തിയുള്ളവരാണ്. ഞങ്ങള് നാച്ചിയുടെ ഉമ്മിയുടെ ഫേവറേറ്റ് പുഡിംഗ് അല്ലേ? അല്ല, കൊച്ചുമാരുടെ ഫേവറേറ്റ് പുഡിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ് അത് കണ്ടിട്ട് തന്നെ എന്റെ വായിൽ വെള്ളം ഇറങ്ങുന്നു ഗൈസ്. പേഷ്യൻസ് ഇല്ല. ബൈ ബൈ. സ്പൂൺ എടുത്തോണ്ട് വാ, നോക്കിക്കൊണ്ടിരിക്കാതെ. ഇതൊന്ന് ഞങ്ങൾ കഴിച്ച് ഒരു വലിയ വേണോന്നൊന്ന് ചോദിക്കായിരുന്നല്ലേ. അതാ, ആർക്കെങ്കിലും വേണോ ഇല്ലെങ്കിൽ ഞങ്ങൾ ബാക്കി വെക്കത്തില്ല ഗൈസ്. ഇതിന്റെ മണം അടിച്ചിട്ട് തന്നെ എന്തൊരു ചൂടല്ലേ. നിങ്ങളുടെ വീട്ടിൽ ചൂടുണ്ടോ ഗൈസ്? നമുക്ക് ഫാൻ ഇടാം ഗൈസ്. എന്തൊരു ചൂടാ. അപ്പൊ നമുക്ക് കൊച്ചുമ്മയുടെ പുഡിംഗ് ടേസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം പൊളിയാണ് എപ്പോഴും. കൊല്ലത്തിൽ നിന്ന് അടുക്കാൻ ഗൈസ്. ഒടുക്കത്തെ ചൂടാണ്. പാലക്കാടുകാരൊക്കെ ഇപ്പം ഉരുകുമായിരിക്കും അല്ലേ. ഇവിടെ ഒരു തിരുവല്ലക്കാരി ഉണ്ട് ഗൈസ്. ഓള് ഫോൺ വിളിയിലാണ് ഗൈസ്. ഞങ്ങൾ പുഡിങ്ങിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. പുഡിങ് കാണിച്ചു തരാം. ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് ചൂടൊന്നുമില്ല ഗൈസ്. ഓള് തിരുവല്ലക്കാരിയാ. തിരുവല്ലക്കാർക്ക് പിന്നെ ചൂടൊന്നും ഒന്നുമില്ല. പുഡിങ്ങുമായി ഇതാ നാച്ചി പെണ്ണ് കാണാൻ വരുന്നുണ്ട്. കൊറേ നേരം കൊണ്ടൊരു പുഡിങ്. എനിക്ക് വിശക്കുന്നു. ഇങ്ങോട്ട് തരൂ. ഇത് കണ്ടോ ഗൈസ്? ഇതിന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ഒരാൾക്ക് വേണ്ടി മാറ്റി വെച്ചു. അതുവരെ എണ്ണി വെച്ചല്ലേ? എണ്ണി വെച്ച് ചോദിക്കും. നമുക്ക് ഇവര് കഴിക്കുന്നതാണ്. ഞാൻ നേരത്തെ കഴിച്ചു.
റിയാക്ഷൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായി. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഒരാൾ കഴിച്ച് കഴിഞ്ഞ് അടുത്ത സാധനം കഴിക്കുന്നു. എങ്ങനെയുണ്ട് സോന പുഡിങ്? പുഡിങ് അടിപൊളി. പുഡിങ്ങിനെ പറ്റി പറയാനൊന്നുമില്ല, മുത്തുമല്ലല്ലോ അടിപൊളി. സൂപ്പറായിട്ടും കഴിക്കുക. ഞങ്ങൾ വന്നപ്പം കണ്ടുപിടിച്ചു, അപ്പോഴവളെ ഞങ്ങൾക്ക് പുഡിങ് തന്നു. നമ്മൾ മെൽറ്റ് ആയി പോകും ഇങ്ങനെ വായിലിടുന്ന ഇങ്ങനെ. ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കുറച്ച് ഇങ്ങനെ നട്ട്സൊക്കെ കിട്ടും. അപ്പം അടിപൊളിയാണ്. നിങ്ങളിവിടെ വന്ന് മൂത്തുമാടെ സ്പെഷ്യൽ മൂത്തുമാക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഓൾ ഇൻ ഓൾ ബേബി ഷോപ്പ്. അപ്പം അതെല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു. മുത്തുമ ഇവിടെ ഉണ്ട്. മുത്തുമ അടുത്ത് പുഡിങ് വന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ പൊട്ടിക്കട്ടെ. ഇത് മാംഗോ ചീസ് കേക്കിന്റെ മുട്ടായി. ഇത് പൊട്ടിച്ചിട്ടില്ല, പുതിയ ഫ്ലേവർ ആണ്. അതിന് അൺബോക്സിംഗ് വീഡിയോ ആണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ മുത്തിനോട്. ഞാൻ ആഴ്ച ഒരു ദിവസം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? എൻ്റെ ഉമ്മയുടെ കഥ എഴുതിയിട്ട് റെക്കോർഡ് ചെയ്യുക, മൂവിക്കും ഷോർട്ട് ഫിലിംസിനൊക്കെ വേണ്ടി. ഇതിലൊക്കെ കുറെ സെന്റൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ വീഴുന്നു നമ്മള് വായിക്കും. ഇത് 10ാമത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഗൈസ് നാച്ചി ഞങ്ങൾക്ക് ചായ ഇടുവാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായയാണ്. ചായയും ചായ എങ്ങനെ ഇടാന്ന് സോന കാണിച്ചത്. ഗൈസ് ചായയും വടയും വേണം. നാച്ചിയാണ്ട് ഇവിടെ മൊരിഞ്ഞ വട ഉണ്ടാക്കണം. ആദ്യം നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് കാണിക്കണം. അതിലേക്ക് കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക മസ്റ്റ്. ഗൈസ് എന്നെ പോലെ ചായ ഇഷ്ടമല്ലാത്തവർ കമന്റ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്നലെ തൊട്ട് ചായ കുടിക്കും. ഇപ്പഴും ഇടണ്ടെന്നാണ് മാസ്റ്റർ ഷെഫ് പറയുന്നത്. ഇതിനൊന്നും അറിഞ്ഞൂടാ, ചുമ്മാ അങ്ങ് ഇറങ്ങിയേക്കുവാണ്. അറിയത്തില്ലല്ലോ. മറ്റേത് പ്രോ ആണ് ഗൈസ്, ദിവസവും 4-5 ചായ കുടിക്കുന്ന ആളാണ്. എന്നെ പോലെ കട്ടൻ ചായ മാത്രം കുടിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്, ഗീവേ തരും. ചായപ്പൊടി കൊടുക്കോ? ഞങ്ങള് മറ്റേ പ്രീമിയം ടീ കാപ്പി ചായപ്പൊടി തരുന്നതായിരിക്കും. ഒരു ചായ ഭാരത. നമുക്ക് ആ സമയത്ത് ഇവിടെ വൃത്തിയാക്കാം. ഓ നാച്ചി ആണെങ്കിൽ ഭയങ്കര പ്ലാസ്റ്റിക് ഫ്രീ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന പെങ്കോച്ചാണ്. ഞാൻ ഇടത്തില്ല ഗൈസ്, ഞാൻ അറിയാണ്ട് തന്നെയാണ് ഗൈസിന്റെ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുകയും ചെയ്തു. പക്ഷെ നാച്ചാണെങ്കിൽ ചുമ്മാ കാര്യമല്ലേ അറിയുകയും ചെയ്യും. ഇപ്പൊ ഈ വീഡിയോയുടെ കമന്റ് എന്തായിരിക്കും? ഓ കൂട്ടുരസ് വാരി എറിയുന്ന ചായ ഇട്ട്. ഓ സോന എന്തുവാ നാച്ചി ആരിട്ടതാടി ചായ? കടുപ്പം വേണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ ലൈറ്റ് ചായ കൊള്ളാമെങ്കിൽ ഞാൻ ഇട്ടത്, കൊള്ളത്തില്ലെങ്കിൽ സോണ. ചൂടത്ത് ചായ കുടിക്കുന്ന 2 മണിക്ക് ഇങ്ങനെ ചായയും വടയും ഇവിടെ റെഡി ആയി ഗൈസ്. എന്തിനാണാവോ ഇങ്ങനെ ചായ കുടിക്കുന്നത് രണ്ടെണ്ണം? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ നാച്ചി പ്രോയാണെന്ന് ചായ ഇടാൻ. എന്താണ് നാച്ചി ഇത്? എന്താണ് ഇത് കണ്ടോ? ഒരാൾ ചായ ഇട്ടത് കണ്ടോ ഗൈസ്? എന്താണ് ഗൈസ് ഇത്? എന്താണ്? ഒരു ഗ്ലാസ്സിലോട്ട് ചായ ഒഴിക്കാൻ പോലും അറിയാത്ത ഒരു പിഞ്ച് പൈതൽ. കണ്ടു ഞാൻ കൊച്ചി.